81% വിജയം. കൂടുതൽ പേർ വിജയിച്ചിരിക്കുന്നത് സയൻസ് ഗ്രൂപ്പിലാണ്. 2025 മാർച്ച് മാസത്തിൽ നടന്ന രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലമാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. +2 പരീക്ഷയിൽ 77.81% വിജയം. മുൻ വർഷം ഇത് 78.69 ആയിരുന്നു. അപ്പോൾ വിജയ ശതമാനം വർദ്ധിച്ചിരിക്കുന്നു. ഇത്തവണ +2 പരീക്ഷയിൽ 77.81% വിജയം. മുൻ വർഷം ഇത് 78.69% ആയിരുന്നു. സയൻസ് ഗ്രൂപ്പിലാണ് 83.25 എന്നുള്ള വിജയ ശതമാനം വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേർ വിജയിച്ചിരിക്കുന്നത് സയൻസ് ഗ്രൂപ്പിലാണ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ സയൻസ് ഗ്രൂപ്പിലെ 83.25 എന്നുള്ള വിജയ ശതമാനം പ്രധാനപ്പെട്ട ഒന്നായിട്ട് നിൽക്കുന്നു. ഹ്യൂമാനിറ്റീസിൽ 69.16% വിജയം. കൊമേഴ്സിൽ 74.21 ആണ് വിജയ ശതമാനം. സർക്കാർ സ്കൂളുകളിൽ 73.23% വിദ്യാർത്ഥികൾ ജയിച്ചു. അതേസമയം എയ്ഡഡ് സ്കൂളുകളിൽ 82.16%, അൺഎയ്ഡഡ് സ്കൂളുകളിൽ 75.91% വിജയം. 6 സർക്കാർ സ്കൂളുകൾ 100% വിജയം നേടി. ജൂൺ 21 മുതലായിരിക്കും ഇനി സേ പരീക്ഷ നടക്കുക. VHSEക്ക് 70.6% വിജയം. 26,178 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 18,340 പേരാണ് ഈ പരീക്ഷാഫലത്തിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ താഴെ സൂചിപ്പിക്കുന്ന ഓരോരോ സൈറ്റുകളിലൂടെയും ഓരോരുത്തർക്കും അതിൻ്റെ ഫലങ്ങൾ അറിയാൻ കഴിയും. www.results.hsc.kerala.gov.in, www.prd.kerala.gov.in, results.diglocker.gov.in, www.results.kite.kerala.gov.in ഇങ്ങനെയുള്ള വെബ്സൈറ്റുകളിലൊക്കെ ഫലം അറിയാൻ കഴിയും. അതേപോലെ സഫലം 2025, iExams കേരള, PRD ലൈവ് എന്നിങ്ങനെയുള്ള മൊബൈൽ ആപ്ലിക്കേഷനുകളിലും ഫലം ലഭ്യമാണ്. 4,44,707 വിദ്യാർത്ഥികളാണ് ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷ എഴുതിയത് 28,587 പേരായിരുന്നു. എറണാകുളം തിരുവാങ്കുളത്ത് 3.5 വയസ്സുകാരിയെ പുഴയിലെറിഞ്ഞു വന്ന കേസിൽ അമ്മ കസ്റ്റഡിയിലായിരിക്കുന്നു. ആലുവ മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. 5 ദിവസത്തേക്കാണ് കസ്റ്റഡി. ഈ 5 ദിവസവും പോലീസിന് വിശദമായിട്ട് ചോദ്യം ചെയ്യാനുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് വരുന്നത് 3.5 വയസ്സുകാരി ലൈംഗിക പീഡനത്തിന് ഇരയായിരുന്നു എന്നുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ്. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിച്ചതിന് പിന്നാലെ അച്ഛൻ്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ അച്ഛൻ്റെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അമ്മയെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിരിക്കുന്നു. വിനയരാജ് ചേരുന്നു. അങ്ങനെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ സ്ഥിതിക്ക്, അമ്മയെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയ സ്ഥിതിക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ ഇഷ്ടം പോലെയുണ്ട്, ധാരാളം ചോദ്യങ്ങളുണ്ട്. സാധാരണ ഒരു പ്രതിയോട് ചോദിക്കുന്ന പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയില്ല. പ്രത്യേകിച്ചും അവരുടെ മനോഘടന, അവരുടെ നിസ്സംഗത, അവരുടെ മൗനം